ക്വസ്റ്റ്യൻ ഇതാണ്, ടൈപ്പ് ഓഫ് ഡ്രൈവ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മിനിമം ഡിസ്റ്റൻസ് ആൻഡ് മാക്സിമം പവർ ട്രാൻസ്മിഷൻ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഒരു ഡ്രൈവ് ഉണ്ട്, അതിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മിനിമം ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രൈവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതാണ്? ഗിയർ ഡ്രൈവാണ് ഏറ്റവും ബെസ്റ്റ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കീ ഫിറ്റ് ഇൻ ടു എ സെമി സർക്കുലർ കീ വേ കട്ട് ഇൻ ദി ഷാഫ്റ്റ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം വുഡ്റഫ് കീ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിയർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ അറ്റ് റൈറ്റ് ആംഗിൾ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, പവർ ട്രാൻസ്മിഷൻ റൈറ്റ് ആംഗിൾ ചെയ്യുന്നത് ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം മീറ്റർ ഗിയർ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് എ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് ഈസ് ഡാഷ്. ആൻറ്റി ഫ്രിക്ഷൻ ബിയറിൻ്റെ എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ബാൾ ബെയറിംഗ് ആണ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗിൻ്റെ എക്സാമ്പിൾ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പിൻ ജോയിൻറ്റ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. പിൻ ജോയിൻ്റ് എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതാണ് നക്കിൾ ജോയിൻ്റ് ആണ് പിൻ ജോയിൻ്റ് എക്സാമ്പിൾ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ബെയറിംഗ് പ്രഷർ ഈസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ദി ബെയറിംഗ് ഈസ് കാൾഡ് പിവറ്റ് ബെയറിംഗ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഡ്രൈവർ ആൻഡ് ഡ്രിവൻ പുള്ളി റൊട്ടേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ ഡാഷ്. അതായത് ഡ്രൈവിംഗ് പുള്ളിയും ഡിവറും പുള്ളിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിടന്നത് ഏത് ബെൽറ്റ് ഡ്രൈവിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് സഹായത്താൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോണസ് ഈസ് ദ അലോയ് ഓഫ് ഡാഷ്. ബ്രോൺസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അലോയാണ്? കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സർഫസ് എബോവ് ദി പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് എ ഗിയർ ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം എ ആണ് ഫേസ്. ദി മെക്കാനിസം യൂസ്ഡ് ഇൻ എ ലേത്ത് ഫോർ ദി മൂവ്മെൻറ്റ് ഓഫ് എ കാരേജ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം റാക്ക് ആൻഡ് പിനിയൻ ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ഡ്രൈവ് ഫിറ്റ്. ഡ്രൈവ് ഫിറ്റിന് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ള എക്സാമ്പിൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. H7R6. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ് ഇസ് നോൺ ആസ് ഡാഷ്. അതിന് പറയുന്നത് ഡീവിയേഷൻ എന്നാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആക്സൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എ യൂണിറ്റ് ഓൺ എ ബോൾട്ട് ഇൻ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ഈസ് കാൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ബോൾട്ട് ഉണ്ടല്ലോ അതിൻ്റെ 1 റെവല്യൂഷനിൽ ലെങ്ത് വൈസിൽ മൂവ് ആവും. അതിനെ പറയുന്ന പേര് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനെന്താ പറയുന്നത്? ലീഡ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ഓഫ് സെല്ലർ ത്രെഡ് ഈസ് ഡാഷ്. അതായത് സെല്ലർ ത്രെഡിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കോമ്പിനേഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡാഷ് ഓഫ് ദി ഫോളോയിങ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും റൈറ്റ് ഹാൻഡ് ത്രെഡും യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിനാണ് അതിൻ്റെ ഉത്തരം ബി ആണ്. ടേൺ ബക്കിളിനാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ടോളറൻസ് സോൺ ഓഫ് മീറ്റിംഗ് പാർട്സ് ഓവർലാപ്പ് ദി ഫിറ്റ് ഒബ്റ്റെയിൻ ഈസ് സാൻ. അതിൻ്റെ ഉത്തരം ട്രാൻസിഷൻ എന്നാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷാഫ്റ്റ് ഓഫ് ബേസ് സൈസ് 14 mm has the upper and lower division is 0.025 mm. Calculate the tolerance. അതിൻ്റെ ഉത്തരം എ ആണ്. 0.05 ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ട്രിപ്പിൾ സ്റ്റാർ ത്രെഡ് ദി ലീഡ് ഈക്വൽ ടു ഡാഷ്. അതിൻ്റെ ഉത്തരം 3 times of pitch. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മാക്സിമം ആൻഡ് മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റ് ആർ 35.047 and 35.036 and the holes are 35.022 and 35.000 respectively. Calculate the maximum and minimum interference when they are assembled. ഇതിൻ്റെ ഉത്തരം ബി ആണ്. 0.014 and 0.047. ബി ആണ് കറക്റ്റ് ആൻസർ. As per IS 919
1963 BIS recommend dash type of fundamental deviation and dash grade of tolerance for base size up to 500 mm. അതിൻ്റെ ഉത്തരം 27 and 18. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഹാസ് എ ഡാഷ് ഇലക്ട്രിക് ചാർജ്. എൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്. ശരിയായ ഉത്തരം ബി ആണ് നെഗറ്റീവ് ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് ഡാഷ്. ഇലക്ട്രിക് ചാർജ് യൂണിറ്റ് കുളോംസ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് ഡാഷ്. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ്സ് എന്താണ്? മോ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഏത് എന്നാണ്? ഇതാണ് ജെർമേനിയാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദി തേർഡ് സെൽ ഓഫ് ദി കോപ്പർ ആറ്റം. കോപ്പർ ആറ്റത്തിലെ 3ാമത്തെ സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര ഇലക്ട്രോൺ? 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫുൾ ഫോം ഓഫ് ഇ എം എഫ് ഈസ് ഡാഷ്. ഇ എം എഫിൻ്റെ ഫുൾ ഫോം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ എം എസ് വാല്യൂ ഈക്വൽ ടു ഡാഷ്. അതിൻ്റെ ഉത്തരം വി മാക്സ് ഇൻറ്റു 0.707. ബി ആണ് കറക്റ്റ് ആൻസർ. കോപ്പർ ഈസ് എ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കോപ്പർ എന്നു പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ് കണ്ടക്ടറാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഡിറ്റക്ട് ദി ഇലക്ട്രിക് കറണ്ട് ഈസ് നോൺ ആസ് ഡാഷ്. കറക്റ്റ് ഉത്തരം ഗാൽവനോമീറ്റർ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് പ്രഷർ ഈസ് ആൾസോ കാൾഡ് ഡാഷ്. ഇലക്ട്രിക് പ്രഷർ എന്ന് പറയുന്നത് വോൾട്ടേജിനാണ് ഇലക്ട്രിക് പ്രഷർ പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോ സ്റ്റേറ്റ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് ദി അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ്. അതിൻ്റെ ഉത്തരം ക്രിച്ചോഫ് സെക്കൻഡ് ലോ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ദി പാരലൽ സർക്യൂട്ട് വിത്ത് വൺ ബ്രാഞ്ച് ഓപ്പൺഡ്. അതിൻ്റെ ഉത്തരം നോ കറണ്ട് വിൽ ഫ്ലോ ഓൺ ദ ബ്രാഞ്ച്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ എ സീരീസ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദി ഡാഷ് ഓഫ് ദി ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എറൗണ്ട് ദി സീരീസ് സർക്യൂട്ട്. അതിൻ്റെ ഉത്തരം എ ആണ് സം എന്നാണ്. എ ആണ് കറക്റ്റ് ആൻസർ. സം ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഡാഷ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡാഷ്. അതിൻ്റെ ഉത്തരം ക്രോസ് സെക്ഷണൽ ഏരിയ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം മോപ്പ് മീറ്റർ എന്നാണ് അർത്ഥം. ഓം മീറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. അതിൻ്റെ ഉത്തരം ന്യൂക്ലിയർ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് ഓയിൽ ഈസ് എ ഡാഷ് ഫ്യൂവൽ. അതിൻ്റെ ഉത്തരം ലിക്വിഡ് ഫ്യൂവൽ. ബി ആണ് കറക്റ്റ് ആൻസർ. എ ജനറേറ്റിംഗ് സെക്ഷൻ വിച്ച് യൂട്ടിലൈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അറ്റ് ഹൈ ലെവൽ ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ഹൈഡ്രോ പവർ പ്ലാന്റ് എന്നാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ഡാഷ് ടർബൈൻ ആർ യൂസ്ഡ് ഫോർ ഹൈ ഹെഡ്. ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്ന ടർബൈൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഇമ്പിൾസ് ടർബൈൻ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഹെവി എക്യുപ്മെൻറ്റ് സച്ച് ആസ് ഡാഷ് ആർ സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫ്യൂഷൻ ഇൻ എ സ്പെഷ്യൽ അപ്പാരറ്റസ് യൂസ് നോൺ ആസ് റിയാക്ടർ. അതിൻ്റെ ഉത്തരം യുറേനിയമാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൻഡ് എനർജി യൂട്ടിലൈസ് ഡാഷ്. വിൻഡ് എനർജി എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? കൈനറ്റിക് എനർജി ഓഫ് എയർ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. എ സോളാർ സെൽ കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻ ടു ഡാഷ്. അതിൻ്റെ ഉത്തരം ഇലക്ട്രിക്കൽ എനർജിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സോളാർ സെൽ ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം സോളാർ അരി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ബയോഗ്യാസ് ഈസ് ഡാഷ്. അതിൻ്റെ ഉത്തരം മീഥേൻ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാപ്പേഡ് ഹീറ്റ് ഇൻസൈഡ് ദി എർത്ത് ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ ഉത്തരം ജിയോ തെർമൽ എനർജി എന്നാണ്.
സി ആണ് കറക്റ്റ് ആൻസർ.